ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇതാ പത്തിരുപത്തിരുത്തുമ്പത് പൂരത്തിന് പോകാൻ കേട്ടോ. ഒരു ചെറിയ പൂരമാണ്, അതൊരു ദ്വീപ് പോലത്തെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ റോഡൊക്കെ വന്നിട്ടുണ്ട്, ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ പൂരത്തിന് വന്നിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ നിറഞ്ഞപ്പോൾ പാലെത്തിയേക്കണം കേട്ടോ. പാലം എത്താറായി. എന്താ പാലെത്തി. അപ്പോൾ പാലത്തിൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇതാ കാണുന്ന സ്ഥലമില്ലേ, അവിടെ കുറേ ലൈറ്റ് വർക്ക് കാണാനില്ലേ, അവിടേക്കാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് പോവാൻ പുഴക്കര അമ്പലത്തിൻ്റെ കൂടെ ഒക്കെ പോകാൻ പറ്റും. എന്നാലും അങ്ങോട്ട് കൂടെ പോകണത് നല്ലത്. നമുക്ക് ഒരു ഇടവഴിയൊക്കെ ഉണ്ട്, ഒരു സീക്രട്ട് വഴിയൊക്കെ ഉണ്ട്, അതിൽ കൂടെ പോകണം. ഇവിടെ പാർക്ക് ഉള്ളതുകൊണ്ടൊക്കെ ഇവിടെ കഫേ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടെ ഒക്കെയാണ് പോയത്. അപ്പോൾ പശുവിൻ തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു. കുറേ പശുക്കൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഒരെണ്ണം നിൽക്കുന്നുണ്ട്. നല്ല ഇരുട്ടാണ് കേട്ടോ. അവന്തിക അത് മുന്നേ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനും അവന്തിക അഭ്യം എൻ്റെ അമ്മയും കൂടിയിട്ടാണ് പോയത്. ഒരു വീടുണ്ട്, ആ വീടിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ നല്ല ഇരുട്ടാണ്, പറമ്പിൽ കൂടെ ഒക്കെയാണ് കിടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഐറ്റംസാണ്. പിന്നെ ഞങ്ങളവിടെ എത്തി, കുറേ കടകളുണ്ടായിരുന്നു. ആദൂനൊക്കെ കണ്ടു. പിന്നെ അവരുടെ ഇരുന്നു. ഇവർ ഫോണിലിരുന്ന് കളിക്കുക. എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം തിന്നു, നല്ല ടേസ്റ്റാണ്. പിസ്തയാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങാൻ പോയി. അപ്പോൾ അത് വാങ്ങി തിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ വന്നു. ഇത് വരവോള് വരികയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഗുളികൻ തെയ്യും കുറേ തെയ്യങ്ങളും ഈ കറുത്ത സാധനം ഞങ്ങളൊന്ന് പേടിച്ചും ചെയ്തു. നല്ല രസമുള്ളൊരു ഇതായിരുന്നു. എല്ലാവരും ചിരിക്കാതെ നാണം കെട്ട പോലെ എല്ലാവരും ഞങ്ങളെ നോക്കി, ഞങ്ങൾ പേടിച്ചിട്ടേ. എന്നിട്ട് ഇവരാണെങ്കിലും ഞങ്ങളെ പേടിപ്പിച്ചു. അപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു. അബി ഓടാതൊക്കെ നിന്നിട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ നിൽക്കുകയാണ്. എന്നാലും ചിലവരൊക്കെ ചിരിക്കുകയാണ് ഞങ്ങളെ നോക്കിയിട്ട്. പിന്നെ ഇതിലൊരു ക്ലിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഗുളികൻ തെയ്യം വന്നിട്ട് ഇവർക്കൊക്കെ കയ്യൊക്കെ കൊടുത്തു. എനിക്ക് കൈ കൊടുക്കണം എന്നുണ്ടായിരുന്നു, എന്നാൽ ഞാൻ കൈ കൊടുത്തില്ല പേടിച്ചിട്ട്. എന്നിട്ട് പടക്കം പൊട്ടി കേട്ടോ. ആ ടൈമിൽ തന്നെ കറക്റ്റ് പടക്കം പൊട്ടിയാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ് കാണാൻ. കാരണം വെച്ചാൽ അടുത്ത് നിന്നിട്ട് കാണുമ്പോൾ ആ നമ്മുടെ മേത്തിക്ക് വരുന്ന പോലെയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മേത്തിക്ക് ഒരു ചെറിയൊരു കട്ട വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പൊള്ളി കയ്യിൻ്റെ അവിടെ ഒന്ന്. അത് പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ വീഡിയോ കുറേ നിർത്തിയില്ല, കുറേ നേരം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ക്ലിപ്സാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അതൊക്കെ ആയപ്പോൾ എൻ്റെ കൈമയ്ക്ക് പടക്കം വന്ന് വീടിയല്ല, പൊട്ടിയതിൻ്റെ ഒരു ഇത് വന്നിട്ട് വീണു. ഒരു കരിക്കട്ട, അത് നല്ല വേദനയുണ്ടായിരുന്നു, നീറുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പടക്കം പൊട്ടി നല്ല രസമായിരുന്നു. എല്ലാവരും ചെവി പൊത്തിക്കാറുണ്ട്. എല്ലാവരും എന്നല്ലേ, ഞാൻ ചെവി പൊത്തിക്കാറുണ്ട്. എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഞെട്ടുക. പിന്നെ ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഓലക്കുടിയിൽ തീയിട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ ചാടിയിട്ടും കയ്യിലൊക്കെ വെച്ചിട്ട് പിന്നെ തീയായിട്ട് കളിക്കുക, അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടി ഉണ്ടാകും. ഇതാണ് വലിയ തെയ്യം. വലിയ തെയ്യം പറയുമ്പോൾ അതിൻ്റെ ബാക്കിലൊരു വട്ടമുണ്ട്, വലിയ തെയ്യമാണ് തോന്നുന്നു. പിന്നെയുള്ളതൊക്കെ ഇതെങ്ങനെയാണ് ഞാൻ എടുത്തത് വീഡിയോസ്. പക്ഷേ അങ്ങനെ എടുക്കണം നല്ലത് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്താണ്. എന്നിട്ട് ഒരു കാട്ടിനെ കണ്ടോ, ഇത് പറക്കണ കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഉത്സാഹമായത്. പറക്കുമ്പോൾ ഒരു സുഖം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ആൾക്കാർ തലയ്ക്കൊക്കെ വീണ് തോന്നുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയി ഉണ്ടായിരുന്നു കേട്ടോ വേണ്ടത്. പിന്നെ പെണ്ണുങ്ങളുടെ കാവടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇതാണ് അവരുടെ കാവടി. ഒരു കാവടി അല്ലാതെ വേറെയും കളിച്ചിട്ടുണ്ടായിരുന്നു. കാവടി മാറ്റി വെച്ചിട്ട് വെറുതെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കാവടി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് ആ ഡാൻസ്. അപ്പോഴത്തേക്കും തമ്പോലം വന്നു, വേറെ വരവ്. തമ്പോലം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ നടന്നു പോയി. അച്ഛന് സൈക്കിൾ മേലെ, അപ്പോൾ അച്ഛൻ പോയി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പോൾ അബിയുടെ അച്ഛനെ വന്നു. അപ്പോൾ ഞങ്ങൾ ബൈക്കുമ്പോൾ പോയി. ഞങ്ങൾ ബൈക്കുമ്പോൾ പോവുകയാണ്. അപ്പം ഉണ്ട് ഞങ്ങളുടെ ഒപ്പം വന്ന ആൾക്കാരൊക്കെ അവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ടാറ്റയൊക്കെ കൊടുത്തു കേട്ടോ. നല്ല ഇരുട്ടുണ്ട്.